നടപ്പ് പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബീഹാറിനുള്ള സാമ്പത്തിക പദ്ധതി. പിന്നോക്ക വികസന ഫണ്ടിലേക്കാണ് 12,000 കോടി രൂപ വകയിരുത്തുക. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തെ ചൊല്ലി BJPയുമായി ഇടഞ്ഞ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പദ്ധതിയിലൂടെ കയ്യിലെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാവണം UPA സർക്കാരിന്റെ ബീഹാറിനുള്ള പ്രത്യേക പാക്കേജ്. താഴെ പറയുന്നവയാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായ മറ്റു കാര്യങ്ങൾ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നേരത്തെ 72% ക്ഷാമബത്ത. ഇതിപ്പോൾ 8% വർദ്ധിപ്പിച്ച് 80%ആക്കി. 50 ലക്ഷം ജീവനക്കാർക്കും ജോലിയിൽ നിന്ന് വിരമിച്ച 30 ലക്ഷം പേർക്കും ഇതിന്റെ ഗുണം ലഭിക്കും. ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയായിരിക്കും ക്ഷാമബത്ത ലഭിക്കുക. കൊച്ചി HMT പുനരുദ്ധാരണത്തിന്റെ കാര്യം പരിഗണിക്കാനും മന്ത്രിസഭയിൽ തീരുമാനമായി. ബാംഗ്ലൂർ HMTയുടെ പുനരുദ്ധാരണത്തിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ മന്ത്രിമാരായ AK ആന്റണിയും വയലാർ രവിയും കൊച്ചി HMTയുടെ കാര്യം ഉന്നയിക്കുകയായിരുന്നു. ജഡ്ജിമാരുടെ നിയമന രീതി മാറ്റണമെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മാറ്റിവെച്ചു. അഴിമതി നിരോധന നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകളും പിന്നീടാണ് ഉണ്ടാവുക. ലിജോ വർഗീസ്, മീഡിയ 1, ഡൽഹി.